ഹലോ ഫ്രണ്ട്സ്, ടൈം ലാഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളുടെ ഇന്നത്തെ യാത്ര നമ്മുടെ ലാലേട്ടൻ്റെ വീടിനടുത്തുള്ള ഒരു കിടിലൻ സ്പോട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ വീട്. അപ്പം നമ്മൾ വീടിൽ നിന്ന് യാത്ര തുടങ്ങി നേരെ നമ്മൾ ലാലേട്ടൻ്റെ വീടിനങ്ങാണ്, പിന്നെ ആ അടിപൊളി ഇടൻ സ്പോട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അപ്പം നമ്മുടെ വീടിനകത്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പം നമുക്ക് ആ സ്പോട്ടിലേക്ക് ചലിക്കാം കേട്ടോ. അപ്പോൾ ഈ സ്ഥലം വരുന്നത് നമ്മുടെ പോളയപ്പറമ്പ് ലൈനാണ്, നമ്മുടെ മാമംഗലം ചേതന ഭാഗത്തുള്ള പോളയപ്പറമ്പ് ലൈനിലാണ്. അപ്പം നമ്മളിത് ആ റൂട്ട് സ്കിപ്പ് ചെയ്ത് നേരെ നമ്മളിത് ലാലേട്ടൻ്റെ വീട് മുത്തിട്ടാണ്. ഇത് രാജീവ് നഗറാണ്, എളമക്കര രാജീവ് നഗറാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന വീടാണ് നമ്മുടെ ലാലേട്ടൻ്റെ വീട്. ഓൾറെഡി നമ്മൾ ഈ ലാലേട്ടൻ്റെ വീടിനെ പറ്റിയുള്ള വീഡിയോ നേരത്തെ ചെയ്തതുകൊണ്ട് ഇപ്പം നമ്മളവിടെ കാര്യമായി ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ ഈ കാണാൻ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് നമ്മുടെ പ്രിയതരമായ ലാലേട്ടൻ്റെ വീട്. അപ്പോൾ നമ്മളിത് ആ സ്പോട്ടിലേക്ക് പോകേണ്ട. ഫസ്റ്റ് നമ്മൾ പോകാൻ പോകുന്ന സ്പോട്ടാണ്. അപ്പോൾ ഇതാണ് ആ സ്പോട്ട് കേട്ടോ. സ്പോട്ട് നമ്പർ 1 സ്ഥലം വരുന്നത് നമ്മുടെ പേരൻ്റൂർ കനാലും പിന്നെ പേരൻ്റൂരും വടുതലയും നമ്മുടെ അപ്പുറം കാണുന്ന വടുതല ഏരിയയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു പാലം വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും അടിപൊളി സ്ഥലമുണ്ട് ഇത്. പിന്നെ ഏത് സമയത്തും നമുക്ക് ഈ ക്ലൈമറ്റ് കിട്ടണമെന്നില്ല. ഇപ്പം എന്തായാലും വെള്ളം കുറച്ച് കൂടുതലുണ്ട്. ചില സമയത്തൊക്കെ ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ വളരെ മോശമായിരിക്കും. എന്തായാലും നമ്മൾ വന്ന സമയത്ത് നല്ല അടിപൊളി കളറാണെന്നുണ്ടോ. എന്തായാലും ഇപ്പോൾ നല്ലൊരു ടൈമായിരുന്നു വന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന പേരൻ്റൂർ കനാലാണ്. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് പേരൻ്റൂരിലെ കനാൽ റോഡാണ്. ആ കനാലിൻ്റെ അപ്പുറം വരുന്നത് നമ്മുടെ വടുതലയാണ് കേട്ടോ. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ഒരു പാലം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 15 കിലോമീറ്റർ ചുറ്റിക്കറങ്ങാതെ ഷോർട്ട് കട്ടായിട്ട് നമുക്ക് കസ്റ്റമേഡ് സിറ്റി എന്നീ ഭാഗത്തോട്ടും പിന്നെ നമ്മുടെ കണ്ടെയ്നർ റോഡ് അതുപോലെ തന്നെ ഏരിക്കര എന്നീ ഭാഗത്തേക്ക് പോകാവുന്ന ഒരു ഈസിയസ്റ്റ് വേ ആണ്. പക്ഷെ എന്താണ് റോഡില്ല. അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് മനോഹരമായ കാഴ്ചയൊക്കെ ഒന്ന് കാണാം, എന്നിട്ട് എൻജോയ് ചെയ്യാം, എന്നിട്ട് അടുത്ത ഇടൻ സ്പോട്ടിലോട്ട് പോവാം. പിന്നെ നമ്മുടെ ഇവിടെ ഷൈനില്ലേ, നമ്മുടെ അഭിസാറിൻ്റെ മോൻ, ആ ഷൈൻ്റെ വീടും ഇതിൻ്റെ അടുത്തൊക്കെ തന്നെയാണ്, ഈ സ്പോട്ടിൻ്റെ അടുത്തൊക്കെ തന്നെയാണ്. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയില്ല. അപ്പം നമ്മൾ ഈ കാണുന്ന ഒരു അടിപൊളി സ്പോട്ടാണ്. പിന്നെ ഇതധികം അറിയപ്പെടാത്തൊരു സ്ഥലമാണെന്ന് പ്രതീക്ഷിക്കുന്നു, കണ്ടറിയാം. പിന്നെ പണ്ട് ഈ ഭാഗത്തൊക്കെ പ്രേതമുണ്ടായിരുന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട്, അത് യൂട്യൂബിലും കിടപ്പുണ്ട്. അപ്പം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് പേരൻ്റൂർ കനാൽ. അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് മനോഹരമായ കാഴ്ച കണ്ടങ്ങാണ്ട് എൻജോയ് ചെയ്യാം. നമ്മളീ കാണുന്ന നമ്മുടെ വടുതല പേരൻ്റൂർ കനാലാണ്. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ഒരു പാലം വന്നിട്ടുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നു. ഒന്ന് പെട്ടെന്ന് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഒരു 5-6 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ മെഷർമെൻ്റൊക്കെ എടുത്തിട്ട് പോയതാണ്, എന്നിട്ട് യാതൊന്നും ആയിട്ടില്ല. ആക്ച്വലി നമുക്കിവിടെ ബേർഡിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് സർപ്രൈസ് ആണ്. പിന്നെ ബേർഡ്സൊക്കെ എപ്പോഴും ഉണ്ടാകത്തില്ല, അതൊക്കെ ഒരു ഭാഗ്യം വേണം. അപ്പോൾ നമ്മൾ ഇതിന് അടുത്ത് കളിക്കാൻ പോകുന്നത് നമ്മുടെ വേറൊരു ഇടൻ സ്പോട്ടിലേക്കാണ്. അപ്പോൾ ഈ 2 സ്പോട്ടും വരുന്നത് നമ്മുടെ സൂപ്പർതാരമായ കംപ്ലീറ്റ് ആക്ടറായ നമ്മുടെ ലാലേട്ടൻ്റെ വീടിനടുത്താണ്. അതുപോലെ തന്നെ ഷൈൻ്റെ വീടും ഇതിനടുത്താണ്. നമ്മുടെ പ്രിയതാരമായ അഭിസാറിൻ്റെ മോൻ ഷൈൻ്റെ വീടും ഈ ഭാഗത്തൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് മനോഹരമായ കാഴ്ച കണ്ട് എൻജോയ് ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് ചലിക്കാം കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരിടുന്നത് പേരൻ്റൂരാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിത് അടുത്ത സ്പോട്ടിലേക്ക് എത്തി. ഇതിൻ്റെ പ്ലേസിൻ്റെ പേര് പറയുന്നത് നിക്കത്തിൽ നിന്നാണ്. നികത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് പ്ലേസ് വരുന്നത്? ആക്ച്വലി നമ്മുടെ പുതുക്കരോട്ടത്തിൽ നിന്ന് നേരെ നമ്മൾ റെയിൽവേ റെയിൽവേ അണ്ടർപാസ് വഴി കടന്നിങ്ങ വന്നോട്ടാം. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്നത് പേരൻ്റൂർ കായൽ തന്നെയാണ്, പേരൻ്റൂർ പുഴയൊക്കെ തന്നെയാണ്. പിന്നെ അപ്പുറം നമ്മുടെ വടുതലയുടെ ചിറ്റൂർ, വടുതല, പിന്നെ ചേരനല്ലൂർ എന്നീ ഭാഗമാണ് നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മുടെ അമൃത ഹോസ്പിറ്റലും വരുന്നത്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു അമൃത ഹോസ്പിറ്റലിലേക്ക് റോഡ് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളൊരു 10-15 കിലോമീറ്ററോളം ചുറ്റിക്കറങ്ങി വേണം നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ അമൃത ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെയും കുറച്ച് മനോഹരമായ ദൃശ്യം കാണണ്ട. പിന്നെ ചില സമയത്തൊക്കെ ആ സ്കൈയൊക്കെ കാണാൻ രസമായിരിക്കും. എന്തായാലും നമ്മൾ വന്ന സമയം അത്ര നല്ല ക്ലൈമറ്റ് അല്ലായിരുന്നു, എന്തായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ രാത്രി വന്നെങ്കിൽ ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള കൊതുക് ശല്യം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ സ്ഥലം വരുന്നത് നമ്മുടെ നിക്കത്തിലാണ്. ഈ റോഡ് നേരെ വടുതലയിലേക്ക് ചെന്ന് ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. കണ്ട അടിപൊളി സ്പോട്ടല്ലേ.
ഫ്രണ്ട്സ്, അപ്പം നമ്മളിത് റോഡിൻ്റെ എൻ ഭാഗത്ത് എത്താറായിട്ടുണ്ട്. എന്തായാലും ഭാവിയിൽ ഈ റോഡ് നമ്മളെ വടുതലയിലേക്ക് ചെന്ന് പ്രവേശിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഈ റോഡ് ഫുള്ളല്ല, കുറച്ചും കൂടി ആകാനുണ്ട് കേട്ടോ. ഉടനെ തന്നെ ആകട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ച കാണാം. അപ്പം നമ്മളീ പോകുന്ന റോഡ് ഭാവിയിൽ നമ്മുടെ വടുതലയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ പേരൻ്റൂർ ഭാഗത്തേക്കും ജോയിൻ ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം നേരത്തെ ഇവിടെ റോഡൊന്നും ഉണ്ടായില്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും അടിപൊളി. പിന്നെ നമുക്കിവിടെ ടൂറിസ്റ്റ് സ്പോട്ടാക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഏരിയ ആണ്. നമ്മൾ നേരെ ദൂരത്ത് കാണുന്നത് നമ്മുടെ അമൃത ഹോസ്പിറ്റലാണ് നേരെ കാണുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ ഒത്തിരി കറങ്ങേണ്ടി വരും. കാരണം ഒരു 15 കിലോമീറ്റർ മേലെ നമ്മൾ ചുറ്റി കറങ്ങേണ്ടി വരും. നേരെ എന്തായാലും വഴിയില്ല, അല്ലെങ്കിൽ നമ്മൾ വഞ്ചി എടുത്ത് കൊണ്ടുവരും കേട്ടോ നമ്മുടെ അമൃത ഹോസ്പിറ്റലിലേക്ക്. ഇത് നല്ല അടിപൊളി സ്പോട്ട് തന്നെയാണ്. പക്ഷേ എല്ലാ സമയത്തും നമുക്ക് ഈ ക്ലൈമറ്റ് കിട്ടണമെന്നില്ല. എന്തായാലും സൺസെറ്റ് ആണെങ്കിൽ ഇവിടെ സൂപ്പറായിരിക്കും. നമ്മൾ വന്ന സമയം ഒരു 4 മണി ആയതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് ഭംഗിയൊന്നും കിട്ടിയില്ലായിരുന്നു. എന്തായാലും മഴ സമയത്ത് എന്ന് പറയണമെങ്കിൽ വെള്ളം കയറുമില്ല എന്നുള്ളത് നമുക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ദൂരെ കാണുന്നത് അമൃത ഹോസ്പിറ്റലാണ്. ലെഫ്റ്റ് സൈഡിലെ ചേരനല്ലൂർ, ചിറ്റൂർ എന്നീ ഏരിയയൊക്കെ തന്നെയാണ്. എന്തായാലും ഈ റോഡ് ഭാവിയിൽ നമ്മുടെ അമൃത ഹോസ്പിറ്റലിലേക്ക് ജോയിൻ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ബാക്ക് സൈഡ് വന്നിട്ട് നേരെ നമ്മുടെ വടുതല ഭാഗത്തേക്കും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര യൂസ് ആയിരിക്കും. പിന്നെ വണ്ടിക്ക് വന്ന് നല്ല രീതിയിലുള്ള വീതി ഉണ്ടാകണം, അല്ലെങ്കിൽ ഇവിടെ ഇനി നല്ല ഹെവി ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകേണ്ട ആവശ്യം ഉണ്ടാകരുത്. എന്തായാലും ഇപ്പോൾ നല്ല വീതിയുണ്ട്, പക്ഷേ 2 സൈഡ് വണ്ടി പോകുമ്പോഴത്തേക്കായിരിക്കും ട്രാഫിക് ബ്ലോക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത് കേട്ടോ. അപ്പം നമുക്ക് ഒന്ന് കാഴ്ചകളെല്ലാം അങ്ങോട്ട് എൻജോയ് ചെയ്യാം. അടിപൊളി സ്പോട്ടല്ലേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ റൈറ്റ് സൈഡ് കാണുന്നത് നമ്മുടെ റെയിൽവേ ട്രാക്കാണ്, നമ്മുടെ പേരൻ്റൂർ ഭാഗത്തുള്ള ട്രാക്കുകളാണ്. എന്തായാലും ഈ റോഡ് ഇപ്പോൾ പേരൻ്റൂർ ഭാഗം എത്തുന്നില്ല കേട്ടോ. ജസ്റ്റ് അതിൻ്റെ പകുതി വരെയായിട്ടുള്ളൂ. ഇനി ഭാവിയിൽ ആ റോഡ് ജോയിൻ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ എൻ ഭാഗത്ത് എത്തിയിട്ടാ. ഓക്കെ, അടിപൊളിയല്ലേ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക. കാരണം ചില ഭാഗത്തൊക്കെ ഇത്തിരി വളവും തിരിവും ഉള്ളത് കൊണ്ട് സ്പീഡിൽ പോയാൽ നമ്മൾ നേരെ തോട്ടി കിടക്കും, അല്ലെങ്കിൽ നമ്മുടെ പേരൻ്റൂർ കനാലിൽ കിടക്കും. അപ്പോൾ നമ്മളെ നേരെ കാണുന്നത് നമ്മുടെ അമൃത ഹോസ്പിറ്റലിൽ. എന്തായാലും ഇവിടെ കുറച്ചൊക്കെ നല്ല അടിപൊളിയൊക്കെ ഉണ്ട്. ഇനി ഇവിടെയൊക്കെ ഭാവിയിൽ കുറേ ഫുഡ് കോർട്ടൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഒത്തിരി കടകളൊക്കെ വന്നിട്ട് ഇവിടെ നല്ല കച്ചവടമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. എന്തായാലും ഇപ്പോൾ ഈ സ്പോട്ട് അധികം പേർക്ക് അറിയത്തില്ല എന്ന് തോന്നുന്നു. കാരണം ഇവിടെ യാതൊരു തിരക്കും കാണുന്നില്ല. ഇനി ഭാവിയിൽ ഇതൊരു കിടിലൻ ടൂറിസ്റ്റ് പ്ലേസ് ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഫ്രണ്ട്സ്, അപ്പം നമ്മളിതാ നിക്കത്തിൻ്റെ എൻപാട് എത്തുന്നുണ്ട്. കണ്ടോ നോക്കിയേ, അമൃത ഹോസ്പിറ്റലും ഈ റോഡും തമ്മിൽ എത്ര ക്ലോസ് ആണെന്ന് നോക്കിയേ. പക്ഷെ എന്ത് ചെയ്യാണ്, അങ്ങോട്ട് വഴിയില്ല. അല്ലെങ്കിൽ ഒരു നടപ്പാലം വന്നിരുന്നെങ്കിൽ
സൂപ്പർ ആയിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു ബൈക്കിനെങ്കിലും അപ്പുറം കിടക്കാൻ പറ്റുന്ന ഒരു പാലം വന്നാൽ തന്നെ സൂപ്പറാകും. പിന്നെ ഈ ഭാഗത്ത് നല്ല രീതിയിലുള്ള കച്ചവടം കിട്ടുമല്ലോ. ഒത്തിരി പേർക്ക് ചായ കച്ചവടം തുടങ്ങാൻ പറ്റും. പക്ഷെ അങ്ങോട്ട് ഇപ്പോൾ വഴിയില്ല. എന്തായാലും ഭാവിയിൽ റോഡാകുമ്പോൾ പ്രതീക്ഷിക്കാം. അപ്പം നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈ ഭാഗത്തേക്ക് വന്ന വഴിയാണ് കേട്ടോ. എന്തായാലും ഈ ഒരു ചെറിയ ഇടവഴിയാണ്. എന്തായാലും കാറിന് പോകാനുള്ള വീതിയൊക്കെ ഉണ്ട്. എങ്കിലും ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത്തിരി റിസ്ക് ആണ് കേട്ടോ. പിന്നെ ഇതേ വരുമ്പോഴത്തേക്കും വഴി തെറ്റാനായിട്ട് ചാൻസ് കൂടുതലാണ്. ഇതാണ് അപ്പോൾ ആ റോഡിന്റെ വീതി. നമ്മളിപ്പോൾ പുതുക്കലോട്ടത്താണ് ഇപ്പം നമ്മൾ ഉള്ളത്. ഇവിടെ നിന്ന് നേരെ റെയിൽവേ ക്രോസിന്റെ അടിയിൽ കൂടി കടന്നു വേണം നമ്മൾ പുതുക്കലോട്ടം ഭാഗത്തേക്ക് എത്താനായിട്ട് കേട്ടോ. അപ്പം നമുക്ക് ആ കാഴ്ചയും ഒന്ന് കാണാം. അപ്പം നമ്മളിത് വന്നപ്പോൾ ഇത് ഷൂട്ട് ചെയ്തില്ലായിരുന്നു. ജസ്റ്റ് ഇത് തിരിച്ച് പോകുമ്പോഴാണ് നമ്മൾ ആ ഒരു വഴി ഷൂട്ട് ചെയ്യുന്നത്. എന്തായാലും ഇതിലേ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വഴി തെറ്റും. ജസ്റ്റ് അറിയാൻ പാടില്ലെങ്കിൽ ചോദിച്ചു പോകുക. കാരണം ഒത്തിരി പോക്കറ്റോട് പോകുന്നുണ്ട്. അപ്പം നമ്മളിതാ കറക്റ്റായിട്ട് ആ ഭാഗത്തെത്തി. ഇതാണ് നമ്മുടെ അണ്ടർ പാസ് കേട്ടോ. ഓക്കെ, നേരത്തെ ഇങ്ങനെ റോഡൊന്നും ഉണ്ടാവില്ലായിരുന്നു. എന്തായാലും ഈ റോഡ് വന്നതുകൊണ്ട് ഇവിടെ നല്ല രീതിയിലുള്ള വികസനമായി. ഭാവിയിൽ ഇതൊക്കെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആകട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും ആകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം നമ്മൾ ഈ കാണുന്നതാണ് ആ റെയിൽവേ അണ്ടർ പാസ്. ഇത് കടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പുതുക്കലടം എളമക്കര ഭാഗത്തെത്തും. ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു കിലോമീറ്ററോളം ദൂരമുള്ളൂ നമ്മുടെ ലാലേട്ടൻ്റെ വീട്ടിലോട്ടാ. അപ്പം നമ്മൾ വന്ന വഴിയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു അടിപൊളി സ്പോട്ട് ഉണ്ടെന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കണമെങ്കിൽ അറിയാൻ പറ്റത്തില്ല. എന്തായാലും ഈ വീഡിയോ വൈറലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കംപ്ലീറ്റ് റൂട്ട് വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്ത് വീണ്ടും റീൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും എൻ്റെ വർത്താനം ഇത്തിരി പ്രയാസമൊന്നും അറിയാം. കാരണം നാക്കിന് ഇത്തിരി പൊട്ടൊറ്റയുണ്ട്. അതുകൊണ്ടാണ് വർത്താനം പറയുമ്പോൾ നാക്കൊന്ന് കുഴഞ്ഞു പോകുന്നത്. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. അപ്പോൾ നമ്മളിതാ പുതുക്കലടം ഭാഗത്തേക്ക് പ്രവേശിച്ചു. ഇവിടെ നമുക്കൊരു കിടിലൻ ഒരു പള്ളിയൊക്കെ കാണാൻ പറ്റും കേട്ടോ. ആ പള്ളീൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പള്ളി കഴിഞ്ഞിട്ട് വേണം അമ്മിങ്ങാട് തിരിയാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ.